Welcome to Lash Class. BA ഇംഗ്ലീഷ് അപ്രിഷിയേറ്റിംഗ് പ്രോസിലെ ദ ഫസ്റ്റ് ആറ്റം ബോംബ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ആറ്റം ബോംബ് ആക്രമണത്തെക്കുറിച്ചിട്ട് ആ സംഭവത്തിന് ശേഷം അവിടെ സന്ദർശിച്ച ഡോക്ടർ മാർസൽ ജുനോദ് എഴുതിയിട്ടുള്ളൊരു എസ്സേ ആണ്. നമ്മളിവിടെ ഈ എസ്സേയുടെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ളൊരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻ എന്നിവയ്ക്കുള്ള നോട്ട്സും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. പാർട്ട് 1, ഇൻട്രൊഡക്ഷൻ ആൻഡ് ദി സെറ്റിംഗ്. Marcel Junod's essay explores the devastation caused by the atomic bomb of Hiroshima during World War II. ഹിരോഷിമയിൽ നടന്നിട്ടുള്ള ഈ ആറ്റം ബോംബ് ആക്രമണത്തിൻ്റെ ഒരു തകർച്ചയെക്കുറിച്ചിട്ട്, അത് സൃഷ്ടിച്ചിട്ടുള്ള ഒരു ദുരന്തത്തെക്കുറിച്ചിട്ടാണ് ഈ എസ്സേയിൽ പറയുന്നത്. ഇറ്റ് ബിഗിൻസ് ബൈ ഹൈലൈറ്റിംഗ് ദി once prosperous state of Hiroshima and introduces the unprecedented use of an atomic bomb on August 6, 1945. ഹിരോഷിമയുടെ ഈ ബോംബ് വീഴുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയെ വിവരിച്ചുകൊണ്ടാണ് എസ്സേ തുടങ്ങുന്നത്. തുടർന്ന് ഈ ലോക ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഈ ആറ്റം ബോംബ് ആക്രമണവും ആയി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ചിട്ട് ഈ എസ്സേയിൽ പറയുന്നുണ്ട്. പാർട്ട് 2, പോസ്റ്റ് ബോംബിംഗ് റെസ്പോൺസസ്. The narrative delves into the aftermath 3 weeks after the bombings. ഈ സംഭവം നടന്ന് 3 ആഴ്ചകൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഡിസ്ക്രൈബിംഗ് ഹൗ അമേരിക്കൻസ് ആൻഡ് ജപ്പനീസ് റിയാക്റ്റഡ് ടു ദ മെൻഷൻ ഓഫ് ഹിരോഷിമ. ഈ സംഭവത്തെക്കുറിച്ച് ജപ്പാനിലെയും അമേരിക്കയിലെയും ആളുകൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ്, ലോക ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ബോംബ് സ്ഫോടനമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു ഷോക്ക് തന്നെയാണ് അവിടെ ആളുകളിൽ കാണുന്നത്. ജുനോദ് ഇൻട്രൊഡ്യൂസസ് ദി അൺസർട്ടനിറ്റി സറൗണ്ടിങ് ദ നമ്പർ ഓഫ് കാഷ്വാലിറ്റീസ് ആൻഡ് ഇഞ്ചുറീസ്. കൂടാതെ ഇതിൽ എത്ര പേര് കൊല്ലപ്പെട്ടു, എത്ര പേർക്ക് പരിക്കേറ്റു എന്നതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള കണക്കുകളൊന്നുമില്ല. കാരണം അത്ര വലിയ രീതിയിലാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുന്നത്. എംഫസൈസിങ് ദി മിസ്റ്റീരിയസ് ആൻഡ് അൺസർട്ടൺ നേച്ചർ ഓഫ് ദ ബോംബ്സ് ഇഫക്ട്സ്. കൂടാതെ ബോംബിൻ്റെ എഫക്റ്റിനെ കുറിച്ചിട്ടും ആളുകൾക്ക് അൺസർട്ടനിറ്റിയാണുള്ളത്. കാരണം ഈ സ്ഫോടനത്തിന് ശേഷം ഇതിൻ്റെ റേഡിയേഷനൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഒരു ആകെ ആശങ്കയും ഷോക്കും ഒക്കെയാണ് അത് സംബന്ധിച്ചിട്ട് ആളുകൾക്ക് ഉണ്ടായിരുന്നത്. പാർട്ട് 3, അർജൻറ്റ് ടെലഗ്രാം ആൻഡ് റെസ്പോൺസ്. Upon receiving a telegram from Dr. Bilfinger, Junod learns of the urgent need for medical supplies in Hiroshima. ഡോക്ടർ ബിൽഫിഞ്ചറിൽ നിന്ന് ഒരു ടെലഗ്രാം ലഭിക്കുമ്പോഴാണ് അവിടെ ഒരുപാടായിട്ട് മെഡിക്കൽ സപ്ലൈസ്, ഈ പരിക്കേറ്റവരെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ മെഡിക്കൽ സപ്ലൈസ് അവിടെ വേണം എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നത്. ദ ടെലഗ്രാം ഡിസ്ക്രൈബ്സ് ദി എക്സ്റ്റെൻസീവ് ഡിസ്ട്രക്ഷൻ. അവിടെ ഉണ്ടായിട്ടുള്ള വൻ ദുരന്തത്തെ, നാശത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ ടെലഗ്രാമിൽ പറയുന്നുണ്ട്. ദ ഷോർട്ടേജ് ഓഫ് മെഡിക്കൽ മെറ്റീരിയൽസ് ആൻഡ് ദ ഡെസ്പെറേറ്റ് കണ്ടീഷൻസ് ഓഫ് ദ സർവൈവിംഗ് വിക്ടിംസ്. അവിടെ അവരെ ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ മെറ്റീരിയൽസ് ലഭ്യമല്ല. പിന്നെ ഈ പരിക്കേറ്റ ആളുകളുടെയൊക്കെ വളരെ ദുരിതപൂർവമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചിട്ടും അതിനകത്ത് പറയുന്നുണ്ട്. ഡിസ്പൈറ്റ് ദി അർജൻസി, ബ്യൂറോക്രാറ്റിക് ഡിലേസ് ഹിൻഡർ ദി ഇമ്മീഡിയറ്റ് ഡിസ്പാച്ച് ഓഫ് എസെൻഷ്യൽ സപ്ലൈസ്. പക്ഷേ ഇത്ര അത്യാവശ്യമായിരുന്നിട്ടും ഈ ബ്യൂറോക്രാറ്റിക് ഓഫീസുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സംഭവം എന്നുള്ള നിലയ്ക്ക് ആ ഫയൽ അവിടെ പോയി ഇവിടെ പോയി എന്നുള്ള രീതിയിലുള്ള കാലതാമസം ഈ മെഡിക്കൽ സപ്ലൈ അയക്കുന്നതിന് ഉണ്ടാവുന്നു. പാർട്ട് 4, Journey to seek assistance. Marcel Junod takes a telegram and a few photographs to seek assistance from General MacArthur. അപ്പോൾ ഇദ്ദേഹം ഈ ടെലഗ്രാമും അതുപോലെ അവിടുത്തെ കുറച്ച് ഫോട്ടോസൊക്കെ കൊണ്ട് ഈ സൈന്യത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള ജനറൽ മക്കാർദറിൻ്റെ അടുത്ത് ചെല്ലുകയാണ്, അവിടേക്ക് മരുന്ന് സപ്ലൈ കൊണ്ടുപോകാൻ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ദി എസ്സേ ഡീറ്റെയിൽസ് ദ റിയാക്ഷൻസ് ഓഫ് വേരിയസ് ഒഫീഷ്യൽസ് ഇൻക്ലൂഡിംഗ് ജനറൽ ഫിച്ച്, കേണൽ മാർക്കസ്, Colonel Webster and Colonel Sams, who eventually approved sending 15 tons of medicaments and hospital materials. അപ്പോൾ സൈന്യത്തിലെ പല ആളുകളെ ഇദ്ദേഹം കാണുന്നുണ്ട്, അവരുടെയൊക്കെ റിയാക്ഷനെ കുറിച്ചിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അവസാനം ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് അവർ 15 ടണ്ണ് ഈ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് അവിടേക്ക് അയക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നു. Junod is also tasked with joining a commission to investigate the situation in Hiroshima. കൂടാതെ അവിടെയുള്ള സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടൊരു കമ്മീഷൻ ഉണ്ട്. അതിൻ്റെയും ഭാഗമായിട്ട് ഇദ്ദേഹം വരുന്നുണ്ട്. പാർട്ട് 5, ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹിരോഷിമ. The narrative provides a background on Hiroshima's pre-bombing state, detailing its significance as the 7th largest town in Japan with numerous factories, oil refineries, a harbor and a military unit.
അപ്പോൾ ഈ നെറേറ്റീവിൽ പിന്നീട് പറയുന്നത് ബോംബ് വീഴുന്നതിന് മുമ്പുള്ള ഹിരോഷിമയുടെ അവസ്ഥയാണ്. ജപ്പാനിലെ 7ാമത്തെ വലിയ നഗരമാണ്. അവിടെ ഒരുപാട് ഫാക്ടറീസ് ഉണ്ട്, അതുപോലെ തന്നെ ഓയിൽ റിഫൈനറീസ്, പിന്നെ ഒരു തുറമുഖം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള വലിയൊരു നഗരമാണ് ഹിരോഷിമ ഉണ്ടായിരുന്നത്. ദിസ് സെക്ഷൻ സെറ്റ്സ് ദ സ്റ്റേജ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സിറ്റീസ് ഡിസ്ട്രക്ഷൻ. അപ്പോൾ ഇത് കണ്ടാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ഇപ്പോൾ അവിടെ ചാരമായി കിടക്കുന്ന ഈ ഒരു നഗരം എങ്ങനെയാണ് ഉണ്ടായിരുന്നുള്ളത്. ഇതിൻ്റെ മുൻപത്തെ ചിത്രം ലഭിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ആഘാതം മനസ്സിലാവുന്നത്. പാർട്ട് 6, ആറ്റം ബോംബ് ഇമ്പാക്റ്റ്. The essay vividly describes the day of the atomic bombing, detailing the clear sky-eyed raid warning and the sudden appearance of American planes. പിന്നെ ഈ ബോംബ് വീണ ദിവസത്തെ സംഭവത്തെക്കുറിച്ചിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അന്നത്തെ ആ ഒരു ക്ലിയർ സ്കൈ, അതുപോലെ തന്നെ ഈ ബോംബ് വിടാൻ പോവുകയാണ് എന്നുള്ള അവിടുത്തെ സന്ദേശം, അതുപോലെ അമേരിക്കൻ പ്ലെയിനുകൾ വരുന്നു. ദ ഹാർഷ് ലൈറ്റ്, ട്രെമർ, ഹീറ്റ് ആൻഡ് വിൻഡ് അൺലീഷ്ഡ് ബൈ ദ ബോംബ് കോസ് ഇമ്മീഡിയറ്റ് ഡെവസ്റ്റേഷൻ. അപ്പോൾ വലിയ ലൈറ്റാണ് അവിടെ ഉണ്ടാകുന്നത്. 1000 സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചതുപോലെ എന്നാണ് ആ ബോംബ് നിലത്തിട്ടിട്ടുള്ള പൈലറ്റ് അതിനെക്കുറിച്ചിട്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അത്ര വലിയ വെളിച്ചം, അതിൻ്റെ ചൂട്, അതിൽ നിന്നുള്ള ചൂട് കാറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടാവുന്നത്. അതുമൂലം അവിടെ സ്വാഭാവികമായിട്ടും തീപിടുത്തവും അതുമൂലമുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നു. ലീഡിങ് ടു വൈഡ് സ്പ്രെഡ് ഡിസ്ട്രക്ഷൻ ഓഫ് സ്ട്രക്ചേഴ്സ്, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. നമുക്ക് പറയേണ്ടതില്ല, അവിടെ മനുഷ്യരായിക്കോട്ടെ, കെട്ടിടങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ മരങ്ങളായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, എല്ലാം തന്നെ നശിച്ചു പോകുന്നൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. പാർട്ട് 7, ഇമ്മീഡിയറ്റ് ആൻഡ് ഡിലേയ്ഡ് എഫക്ട്സ്. Junod portrays the immediate aftermath, including the lifting of walls and houses, followed by a rain caused by the rise of overheated air. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടാകുന്ന സംഭവം, അതിനുശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഈ വീടുകളും കെട്ടിടങ്ങളും ഒക്കെ ഉയർന്നു പൊന്തുന്ന, ഈ ഭൂമികുലുക്കം ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ മാരകമായിട്ടുള്ള അവസ്ഥ പോലെ ഈ കെട്ടിടങ്ങൾ ഉയർന്നു പൊന്തുന്ന ഒരു അവസ്ഥ ഉണ്ടായെന്നാണ് പറയുന്നത് ഈ ബോംബിൻ്റെ ആഘാതത്തിൽ. കൂടാതെ ഇതിന് ശേഷം അവിടെ മഴ പെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. കാരണം അത്ര അധികം ചൂടാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അന്തരീക്ഷം ഇങ്ങനെ പെട്ടെന്ന് ഇതുപോലെ വലിയ ചൂടായതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു മഴ പെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായതും അദ്ദേഹം പറയുന്നുണ്ട്. The catastrophic effects result in a dead city where even animals are absent. ഒരു നഗരം പൂർണ്ണമായിട്ടും മരിച്ചു പോയതുപോലെയാണ്. അവിടെ മനുഷ്യരില്ല, മൃഗങ്ങളില്ല, സസ്യങ്ങളില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. The essay emphasizes the delayed impact of deadly gamma rays on survivors. കൂടാതെ ആറ്റം ബോംബിൻ്റെ മറ്റൊരു പ്രശ്നമാണ് നമുക്കറിയാം, ഈ ചൂടും തീയും എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇതിൻ്റെ റേഡിയേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ റേഡിയേഷൻ കാരണം കൊണ്ട് പിന്നീട് അവിടെ ബാക്കി ഉണ്ടായിരുന്ന ആളുകൾക്കുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ടും അതിനകത്ത് പറയുന്നുണ്ട്. പാർട്ട് 8, എൻകൗണ്ടർ വിത്ത് പ്രൊഫസർ സുസുക്കി. Upon arriving in Hiroshima, Junod meets Professor Tsuzuki, a prominent surgeon who emotionally emphasizes the need to open minds and understand the devastating effects of the atomic bomb. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു പ്രൊഫസർ സുസൂക്കി, ഒരു സർജനാണ്, അദ്ദേഹം ഡോക്ടറാണ്, അദ്ദേഹത്തെ കാണുന്നുണ്ട്. അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ നേരിട്ട് കാണുകയാണ് ഈ ബോംബിൻ്റെ ഭീകരാവസ്ഥ എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇത് അവസാനിപ്പിക്കേണ്ടതും ഇതുപോലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാതിരിക്കേണ്ടതിനെയും കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. The remains of a hospital serve as a grim reminder of lives lost to the atomic power. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഇങ്ങനെ തകർന്നു കിടക്കുന്ന ഈ ഒരു സാഹചര്യം, അതുപോലെ ആളുകളുടെ അവശിഷ്ടങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭീകരാവസ്ഥ വെളിവാക്കുന്നുണ്ട്. പാർട്ട് 9, മീറ്റിംഗ് വിത്ത് ജനറൽ മക്കാദർ. ദി essay concludes with Junod's meeting with General MacArthur, who in an unexpected departure from his professional character expresses opposition to the use of force and forewarns of the devastating consequences of a new war. അപ്പോൾ ഇദ്ദേഹം ഈ എസ്സേയുടെ അവസാനത്ത് പറയുന്നത് ജനറൽ മക്കാദർ, സൈന്യത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള ആളുമായിട്ടുള്ള ആളുടെ സംഭാഷണത്തെ കുറിച്ചിട്ടാണ്. സൈന്യത്തിലെ ആളെന്ന നിലയ്ക്ക് അദ്ദേഹം യുദ്ധത്തെ അനുകൂലിക്കുകയല്ല ചെയ്യുന്നത്, പക്ഷേ ഇത്ര വലിയ ഭീകരമായിട്ടുള്ള സാഹചര്യമാണ് യുദ്ധം സൃഷ്ടിക്കുന്നത് എന്നുള്ളപ്പോൾ ഈ യുദ്ധം ഒഴിവാക്കേണ്ടതിനെ കുറിച്ചിട്ടാണ് സൈന്യത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ട് പോലും അദ്ദേഹം സംസാരിക്കുന്നത്.
Junod raises questions about the future of mankind and advocates for saving humanity from the destructive path of war. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യങ്ങൾ പല ചേരികളായിട്ട് നിന്ന് യുദ്ധം ചെയ്യുകയാണ്. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് അധികം വർഷങ്ങളായിട്ടില്ല. അപ്പോൾ വീണ്ടും ഇതുപോലെ യുദ്ധങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതാണ് ആളുകളുടെ ആശങ്ക. ആ ഒരു ആശങ്ക തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇനി തുടർന്നും മനുഷ്യർ ഇങ്ങനെ യുദ്ധങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇനി ഏതൊക്കെ തരത്തിലുള്ള ബോംബുകളായിരിക്കും ഉണ്ടായിരിക്കുക, മനുഷ്യരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ആശങ്കകളൊക്കെയാണ് അദ്ദേഹം ഈ എസ്സേക്കകത്ത് പങ്കുവയ്ക്കുന്നത്. ഇനി ഇതിലെ നോട്ട്സാണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് വാസ് ദി ഓൺലി ഇൻഫർമേഷൻ ഗിവൺ റിഗാർഡിംഗ് ദി എഫക്റ്റ് ഓഫ് അറ്റോമിക് ബോംബാർഡ്മെൻറ്റ് പ്രയർ ടു ദ ഹിരോഷിമ അറ്റാക്ക്? ഈ ഹിരോഷിമ അറ്റാക്കിന് മുമ്പ് ഈ അറ്റോമിക് ബോംബിൻ്റെ എഫക്റ്റിനെ കുറിച്ചിട്ട് എന്ത് ഇൻഫർമേഷനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്? ദി ഓൺലി ഇൻഫർമേഷൻ പ്രൊവൈഡഡ് വാസ് എ വേഗ് വാർണിംഗ് അബൌട്ട് എ ന്യൂ ആൻഡ് ഹൈലി ഡിസ്ട്രക്റ്റീവ് ബോംബ്. ഒരു വേഗ്, അതായത് അത്ര വ്യക്തമല്ലാത്തൊരു വാർണിംഗ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പുതിയ ഒരു വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ബോംബാണെന്നല്ലാതെ കൂടുതൽ വിവരങ്ങൾ അതിനെക്കുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. വൈ ഡിഡ് ദ ജപ്പാനീസ് മെയിൻറ്റെയിൻ സൈലൻസ് റിഗാർഡിംഗ് ദ ഡിസാസ്റ്റർ അറ്റ് ദ ബിഗിനിങ്? ഇനി ഈ ഒരു ബോംബ് അറ്റാക്കിനെ കുറിച്ചിട്ട് എന്തുകൊണ്ടാണ് ജപ്പാനിലുള്ളവർ ആദ്യം നിശബ്ദരായിരുന്നത്? ദ ജപ്പാനീസ് മെയിൻറ്റെയിൻഡ് സൈലൻസ് ഇനീഷ്യലി ഡ്യൂ ടു ഷോക്ക്. പ്രധാനമായിട്ടും അവരുടെ ഷോക്കാണ്. കാരണം ചരിത്രത്തിൽ ഉണ്ടാവാത്തൊരു സംഭവമാണ് അവിടെ അവർ സാക്ഷ്യം വഹിക്കേണ്ടി വന്നിരിക്കുന്നത്. അൺസർട്ടനിറ്റി ആൻഡ് എ ലാക്ക് ഓഫ് റിലയബിൾ ഇൻഫർമേഷൻ അബൌട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇവൻറ്റ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു അൺസർട്ടനിറ്റി, ഒരു കൃത്യതയില്ല. അവിടെ എത്ര പേര് കൊല്ലപ്പെട്ടു, എത്ര പേർക്ക് പരിക്കുണ്ട് എന്നതിനെ കുറിച്ചിട്ടുള്ള അവ്യക്തത ഉണ്ട്, കൃത്യതയില്ല. അതുകൊണ്ടാണ് അവർ നിശബ്ദരായിരുന്നത്. വാട്ട് ഡിഡ് ജുനോദ് ഡു ആഫ്റ്റർ റിസീവിംഗ് ദ ടെലിഗ്രാം ഫ്രം ഡോക്ടർ ബി ഫിഞ്ചർ? ഇനി ഈ സംഭവത്തെക്കുറിച്ചിട്ടുള്ള ടെലിഗ്രാം കിട്ടിയതിന് ശേഷം ഇദ്ദേഹം എന്താണ് ചെയ്തത്? After receiving the telegram from Dr. Bill Finger, Junod took that information and a few photographs to the Yokohama Chamber of Commerce, where General MacArthur and his staff were positioned. ഈ ടെലഗ്രാമും അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോഗ്രാഫും കൊണ്ട് ജനറൽ മക്കാദർ, സൈന്യത്തിലെ ഒരു ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. ഇവിടേക്ക് മെഡിക്കൽ സപ്ലിമെൻറ്റ്സ് കൊടുക്കണം എന്നുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ പോയത്. ഹൂ were the Japanese interpreters who accompanied Junod and the team? ഇനി ഇൻ്റർപ്രറ്റേഴ്സ്, അതായത് പരിഭാഷകർ. ഇവർ ജപ്പാനിലേക്ക് പോകുമ്പോൾ അവർക്ക് അവിടുത്തെ ഭാഷ അറിയില്ല. അപ്പോൾ പരിഭാഷകരായിട്ട് ആരാണ് കൂടെ ഉണ്ടായിരുന്നത്? ദ ജപ്പാനീസ് ഇൻ്റർപ്രറ്റേഴ്സ് ഹു അക്കമ്പനീഡ് ജുനോദ് ആൻഡ് ദ ടീം വർ മിസ് ഇറ്റോ, എ കനേഡിയൻ ബോൺ ഇൻ്റർപ്രറ്റർ ആൻഡ് എ ജപ്പാനീസ് ജേർണലിസ്റ്റ് ഹു ഹാഡ് സ്പെൻഡ് 20 years ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. 20 വർഷം അമേരിക്കയിൽ ചെലവഴിച്ചിട്ടുള്ള ഒരു ജേർണലിസ്റ്റും അതുപോലെ തന്നെ ഒരു കനേഡിയൻ ബോൺ ഇൻ്റർപ്രറ്റർ ആയിട്ടുള്ള മിസ് ഇറ്റോയുമാണ് ഇവരോടൊപ്പം ഉണ്ടായിരുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് എലാബറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, വാട്ട് വാസ് ദ കണ്ടന്റ് ഓഫ് ദ ഡിസ്ജോയിൻറ്റഡ് റിപ്പോർട്ട് സെൻഡ് ബൈ ബിൽ ഫിഞ്ചർ? ഈ ബിൽ ഫിഞ്ചർ അയച്ച റിപ്പോർട്ടിനകത്ത് എന്തൊക്കെ വിവരങ്ങളാണ് ഉണ്ടായിരുന്നത്? Nearly 90% of Hiroshima was destroyed by the atomic bomb. ഹിരോഷിമ നഗരത്തിൻ്റെ 90% ആ ബോംബ് സ്ഫോടനത്തിൽ തകർന്നിരിക്കുന്നു. ഹോസ്പിറ്റൽസ് വെർ എയ്തർ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ഓർ ക്രിട്ടിക്കലി ഡാമേജ്ഡ്. അവിടെ ഉണ്ടായിരുന്ന ഹോസ്പിറ്റൽസും സ്വാഭാവികമായിട്ടോ ഒന്നുകിൽ പൂർണ്ണമായിട്ട് തകരുകയോ അല്ലെങ്കിൽ ഗുരുതരമായിട്ട് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ട്. അൺസർട്ടൺ നമ്പേഴ്സ് ഓഫ് ഡെത്ത്, ഇഞ്ചുറീസ് ആൻഡ് റിലേറ്റഡ് സിംറ്റംസ്. കൂടാതെ അവിടെ എത്ര പേര് കൊല്ലപ്പെട്ടു, എത്ര പേർക്ക് പരിക്കേറ്റു, ഇനി ഇതിൻ്റെ സിംറ്റംസ്, ഇത് സാധാരണ ബോംബല്ല, അതിൻ്റെ റേഡിയേഷൻ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല. സർവൈവിങ് വിക്ടിംസ് വെർ ഇൻ ഡേഞ്ചറസ് കണ്ടീഷൻസ് ആൻഡ് അർജൻ്റ്ലി നീഡഡ് മെഡിക്കൽ കെയർ. ഇനി അതിൽ രക്ഷപ്പെട്ടിട്ടുള്ള ആളുകൾ വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ്, അവർക്ക് മെഡിക്കൽ കെയർ ആവശ്യമായിട്ടുണ്ടായിരുന്നു. സീരിയസ് ഷോർട്ടേജ് ഓഫ് മെഡിക്കൽ മെറ്റീരിയൽസ് ലൈക്ക് ബാൻഡേജസ് ആൻഡ് മെഡിസിൻ. ഈ പരിക്കേറ്റവരെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാൻഡേജ്, അതുപോലെ തന്നെ മരുന്നുകൾ, അത്തരം കാര്യങ്ങളൊക്കെ അവിടെ വളരെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അർജൻറ്റ് അപ്പീൽസ് ഫോർ സപ്ലൈസ് ടു ബി പാരച്യൂട്ടഡ് ഇൻ ടു ദ സെൻറ്റർ ഓഫ് ദ ടൗൺ. ഇനി ആ നഗരത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് ഈ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് വളരെ അർജൻറ്റായിട്ട് എത്തിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ആ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വാട്ട് വെർ ദ ഡീറ്റെയിൽസ് ഗിവൺ ബൈ മിസ് ഇറ്റോ അബൌട്ട് ഹിരോഷിമ? ഇനി ഹിരോഷിമയിൽ ഈ ബോംബാക്രമണം നടക്കുന്നതിന് മുമ്പ് ആ നഗരത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നാണ് ഇവരുടെ കൂടെ വന്നിട്ടുള്ള ഇൻ്റർപ്രറ്റർ ആയിട്ടുള്ള മിസ് ഇറ്റോ ഇവരോട് പറയുന്നത്. ഹിരോഷിമ വാസ് എ ബിസി ആൻഡ് പ്രോസ്പെറസ് ടൗൺ ഓൺ ദ ഡെൽറ്റ ഓഫ് ദ റിവർ ഒറ്റ. ഈ ഒറ്റ എന്ന പേരുള്ള ഒരു നദിയുടെ തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു നഗരമായിരുന്നു ഹിരോഷിമ. 7th ലാർജസ്റ്റ് ടൗൺ ഇൻ ജപ്പാൻ. ജപ്പാനിലെ തന്നെ 7ാമത്തെ വലിയ നഗരമാണത്.
വിത്ത് ഫാക്ടറീസ്, ഓയിൽ റിഫൈനറീസ്, ഹാർബർ ആൻഡ് ആൻ ആർസണൽ. സ്വാഭാവികമായിട്ടും വലിയൊരു നഗരം എന്നുള്ള പോലെ ഒരുപാട് ഫാക്ടറീസ്, അതുപോലെ തന്നെ അവിടെ ഓയിൽ റിഫൈനറീസ് ഉണ്ട്, കൂടാതെ ഒരു ഹാർബർ, ഒരു തുറമുഖമുണ്ട്, കൂടാതെ ആർസണൽ, ഒരു സൈനിക കേന്ദ്രവും അവിടെ ഉണ്ടായിരുന്നു. പോപ്പുലേഷൻ ഓഫ് അറൗണ്ട് 250,000 പീപ്പിൾ വിത്ത് എ മിലിറ്ററി യൂണിറ്റ് ഓഫ് 150,000 സോൾജിയേഴ്സ്. 2,00,000 ആളുകളും 1,50,000 സൈനികരും അവിടെ ഉണ്ടായിരുന്നു. ലൊക്കേറ്റഡ് അറ്റ് ദ കൺവേർജൻസ് ഓഫ് 7 ബ്രാഞ്ചസ് ഓഫ് ദ റിവർ ഒറ്റ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒറ്റ നദി, പഴയ കാലത്ത് നഗരങ്ങളൊക്കെ രൂപീകരിക്കപ്പെടുന്നത് നമുക്കറിയാം ഈ നദിയോട് കേന്ദ്രീകരിച്ചിട്ടാണ്. ആ രീതിയിൽ ആ നദിയുമായിട്ട് ഈ നഗരത്തിനൊരു ബന്ധമുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഈ ബോംബ് ആക്രമണത്തിന് മുമ്പുള്ള ഹിരോഷിമയെ കുറിച്ചിട്ട് ഇവരോട് പറയുന്നത്. ഹൗ ഡിഡ് ജനറൽ മക്കാദർ, ദ ചീഫ് ആർക്കിടെക്ട് ഓഫ് വിക്ടറി ഇൻ ദ പസഫിക്, റിയാക്ട് ടു ദ ഇൻസിഡൻറ്റ്? ഇനി ജനറൽ മക്കാദർ ഈ യുദ്ധത്തിൽ ഇവർ വിജയിക്കുന്നതിൽ പ്രധാനമായിട്ട് പങ്കുവച്ചിട്ടുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥനാണ്. ഈ സംഭവത്തോട് അദ്ദേഹം എങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? എക്സ്പ്രസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദ റെഡ് ക്രോസസ് വർക്ക് ഓൺ ബിഹാഫ് ഓഫ് ഇംപ്രിസൺഡ് അമേരിക്കൻസ്. അവിടെ യുദ്ധത്തിൽ തടവുകാരാക്കപ്പെട്ട അമേരിക്കക്കാർക്ക് വേണ്ടിയിട്ട് ഈ റെഡ് ക്രോസ് ഇവർക്ക് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തതിന് അദ്ദേഹം നന്ദി പറയുന്നുണ്ട്. ഡീവിയേറ്റഡ് ഫ്രം ഹിസ് പ്രൊഫഷണൽ ക്യാരക്ടർ ബൈ സ്പീക്കിംഗ് എഗെയിൻസ്റ്റ് ദ യൂസ് ഓഫ് ഫോഴ്സ്. ഒരു സൈനികൻ, അതും ഒരു യുദ്ധം നയിച്ച് വിജയിച്ച സൈനികൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ അക്രമവും വയലൻസും ഉപയോഗിക്കുന്നതിനെതിരായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എംഫസൈസ്ഡ് ദാറ്റ് ഈവൻ വിത്ത് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ വെപ്പൺസ് എ ന്യൂ വാർ വുഡ് ലീവ് നത്തിങ് ബിഹൈൻഡ് വർത്തി ഓഫ് മെൻഷൻ. അപ്പോൾ ഇവിടെ ഈ ആറ്റം ബോംബ് ഇവിടെ ആക്രമിക്കപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യത്തിനകത്ത് ഇനി ഇപ്പോൾ ഇവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഇങ്ങനെയാണ്, ഇനി ഭാവിയിൽ എന്തൊക്കെ തരത്തിലുള്ള ആയുധങ്ങളായിരിക്കും ഇവർ ഉണ്ടാക്കുക, ഇനിയൊരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയിലൊന്നും ബാക്കി ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. സജസ്റ്റഡ് സ്റ്റാൻഡ്സ് അഗെയിൻസ്റ്റ് വാസ് ഡിസ്ട്രക്റ്റീവ് കോൺസിക്വൻസസ് ആൻഡ് ദ പൊട്ടൻഷ്യൽ ഫ്യൂച്ചിലിറ്റി ഓഫ് ഫ്യൂച്ചർ കൺഫ്ലിക്ട്സ്. അപ്പോൾ ഈ രീതിയിൽ ഇത്ര ഭീകരമായിട്ടുള്ള യുദ്ധത്തിനെതിരായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കൂടാതെ ഭാവിയിൽ ഇനി ഇത്തരം ആയുധങ്ങളൊക്കെ വെച്ചിട്ടുള്ള യുദ്ധം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യർക്ക് എത്രമാത്രം വിനാശകരമായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഗിവ് എൻ അക്കൗണ്ട് ഓഫ് ദ ഡെവസ്റ്റേറ്റിംഗ് ഹാവോക്ക് ക്രിയേറ്റഡ് ബൈ ദി അറ്റോമിക് ബോംബിംഗ് ഇൻ ഹിരോഷിമ. ഈ ഹിരോഷിമയിലെ ഈ ആറ്റം ബോംബ് ആക്രമണത്തിൻ്റെ നാശനഷ്ടങ്ങളെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ദി അറ്റോമിക് ബോംബിംഗ് ഓഫ് ഹിരോഷിമ ഓൺ ഓഗസ്റ്റ് 6, 1945 കോസ്റ്റ് അൺപ്രസിഡൻറ്റഡ് ഡെവസ്റ്റേഷൻ. ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഓൾമോസ്റ്റ് 90% ഓഫ് സിറ്റി വാസ് ഒബ്ലിറ്ററേറ്റഡ് ബൈ ദ ഇമ്പാക്ട്, ലീവിങ് ഇറ്റ് ഇൻ റൂയിൻസ്. നഗരത്തിൻ്റെ 90% ഭാഗം വരെ നശിച്ചു പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഹോസ്പിറ്റൽസ് ക്രിട്ടിക്കൽ ഫോർ മെഡിക്കൽ അസിസ്റ്റൻസ് വേർ എയ്തർ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ഓർ സിവിയർലി ഡാമേജ്ഡ്, കോൺട്രിബ്യൂട്ടിംഗ് ടു എ ഡയർ ഷോർട്ടേജ് ഓഫ് മെഡിക്കൽ ഫെസിലിറ്റീസ്. അപ്പോൾ ഈ തകർക്കപ്പെട്ട കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഈ ഹോസ്പിറ്റൽസ് ഉണ്ടായിരുന്നു. അവിടെയുള്ള ഹോസ്പിറ്റൽസ് ഒന്നുകിൽ പൂർണ്ണമായിട്ട് തകരുകയോ അല്ലെങ്കിൽ അത് ഉപയോഗശൂന്യമാവുന്ന വിധം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്തു. ആ രീതിയിൽ അവിടെ സർവൈവ് ചെയ്ത പരിക്കേറ്റ് വന്നിട്ടുള്ള ആളുകൾ ചികിത്സിക്കാൻ പോലുള്ളൊരു സാഹചര്യം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. The immediate aftermath witnessed the lifting of walls, houses and infrastructure as a powerful wave of heat and wind wreaked havoc. ഇനി ഈ സ്ഫോടനത്തിന് ശേഷം അതിൻ്റെ തൊട്ട് ഉടനെ തന്നെ ഒരു ഷോക്ക് വേവ് അവിടെ ഉണ്ടാവുകയാണ്. അതിൻ്റെ ഒരു പ്രകമ്പനം പോലെ. ആ പ്രകമ്പനത്തിൽ അവിടുത്തെ കെട്ടിടങ്ങൾ, വീടുകളും അതുപോലെ തന്നെ മറ്റ് കെട്ടിടങ്ങളൊക്കെ ആ ഭൂമിയിൽ നിന്ന് ഉയരുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ആനിമൽസ്, ട്രീസ് ആൻഡ് പ്ലാന്റ്സ് സഫേർഡ് ആഡിങ് ടു ദി ഓവറോൾ ഡിസ്ട്രക്ഷൻ. നമുക്ക് പറയേണ്ടതില്ല, ഈ ഇത്രമാത്രം ഒരു നാശം ഉണ്ടാകുന്ന സമയത്ത് അതിൽ മനുഷ്യരെ കൂടാതെ കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ മൃഗങ്ങൾ, മരങ്ങൾ എല്ലാം തന്നെ നശിച്ചു പോകുന്ന സാഹചര്യമാണുള്ളത്. സ്കോച്ചിങ് ഹീറ്റ് കോസ്ഡ് ഇൻസ്റ്റൻറ്റ് കാഷ്വാലിറ്റീസ് ആൻഡ് ഫയേഴ്സ് പ്രൊപ്പഗേറ്റഡ് റാപ്പിഡ്ലി ഫ്യൂൾഡ് ബൈ ദ ഫ്ലെയിമബിൾ മെറ്റീരിയൽസ് ഇൻ ജപ്പാനീസ് ഹൗസസ്. അപ്പോൾ ഈ ഒരു സ്ഫോടനത്തിൻ്റെ ഭാഗമായിട്ട് തീപിടുത്തം ഉണ്ടാവുന്നുണ്ട്. ആ തീ ഇങ്ങനെ വളരെ വേഗത്തിൽ ഇങ്ങനെ ആളി പടരുകയാണുള്ളത്. പ്രത്യേകിച്ചും ജപ്പാനിലെ ആളുകളുടെ വീട് വയ്ക്കുന്ന രീതി, മരം കൊണ്ടൊക്കെയാണ് അവർ വീട് വയ്ക്കുന്നത്. മരം ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് അത് കത്തിപ്പിടിക്കാനും എളുപ്പമായിരുന്നു. ഫയേഴ്സ് കണ്ടിന്യൂഡ് ത്രൂ ഔട്ട് ദ ഡേ, റിഡ്യൂസിങ് ഹിരോഷിമ ടു എ സിറ്റി ഇൻ റൂയിൻസ്. ആ ഒരു ദിവസം മുഴുവൻ അവിടെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിങ്ങനെ ആ നഗരം മുഴുവനായിട്ട് ചാരമായി പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. Even rain followed, prompted by the instant rise of overheated air, emphasizing the catastrophic impact. അതിനുശേഷം അവിടെ മഴ പെയ്യുന്നുണ്ട്. കാരണം ഇത്രയധികം തീയും ചൂടും കാരണം കൊണ്ട് അന്തരീക്ഷത്തിൽ പെട്ടെന്നുണ്ടായ മാറ്റത്തിൻ്റെ ഫലമായിട്ട് ഒരു മഴയും അവിടെ ഉണ്ടാകുന്നു. അവിടെ കാലാവസ്ഥ പോലും മാറി മറിയുന്ന തരത്തിലുള്ള ചൂടാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്.
ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ എസ്സേയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളിതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്